ഹലോ ഗായ്സ്, ഞാനും ദിയയും കൂടി ഇന്നൊരു ഫ്രണ്ട്സ് ഡേറ്റിന് വേണ്ടി ഇറങ്ങിയതാണേ. ഫ്രണ്ട്സ് ഡേറ്റിന് ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ജർമ്മനിയിലെ പ്രശസ്ത പലചരക്ക് കടകളായിട്ടുള്ള മാർക്ട് കൗഫ്, ആക്ഷൻ, കൗഫ്ലാൻഡ്, DM എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. അങ്ങനെ ആദ്യത്തെ സ്ഥലമായ മാർക്ട് കൗഫിൽ ചെന്നൊരു ബ്രെഡ് മേടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ചെന്നത് ആക്ഷനിലോട്ടാണ് കേട്ടോ. ആക്ഷനിൽ വെളിച്ചെണ്ണ വളരെ വിലക്കുറവിൽ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ മലയാളിയായിട്ടുള്ള എനിക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, 460 ഗ്രാം വെളിച്ചെണ്ണ ഇവിടെ 2.99 കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് 2 ബോട്ടിൽ എടുത്തതിന് ശേഷം മേക്കപ്പ് ഐറ്റംസിന്റെ സെക്ഷനിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നെയിൽ കട്ടറൊക്കെ ഇരിക്കുന്നു. നാട്ടിൽ നിന്ന് ആരെങ്കിലും നെയിൽ കട്ടറൊക്കെ കൊണ്ടുവരാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പുതിയ ഡിയോഡ്രൻസും അതുപോലെ തന്നെ സ്പ്രേയും ഒക്കെ ഒന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് DM-ലേക്കാണേ. DM-ൽ നമുക്ക് ലോക പ്രശസ്തമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കോസ്മെറ്റിക് ബ്രാൻഡിന്റെയും ഓരോ സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ട്രെൻഡ് ഇറ്റ് അപ്പ് എന്ന് പറയുന്ന DM-ന്റെ സ്വന്തം ബ്രാൻഡ്. ഇവിടെ നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ 2 യൂറോയ്ക്കൊക്കെ അടിപൊളി ഷെയ്ഡ്സ് കിട്ടും. ഞാൻ ഇവിടെ നിന്ന് എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ DM-ന്റെ വേറൊരു സ്വന്തം ബ്രാൻഡാണ് എബിലൻ എന്ന് പറയുന്നിട്ടുള്ള ഇത്. ഇവിടെ നമുക്ക് മേക്കപ്പിനായിട്ടുള്ള എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. പിന്നെ DM-ൽ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയുകയാണ്, DM-ൽ നമുക്ക് കോക്കനട്ട് ഓയിൽ കിട്ടും കേട്ടോ. 5.45 ആണ് കേട്ടോ അവിടെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് ജർമ്മൻ തെരുവുകളിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊന്ന് പള്ളി പോയാലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ ഞങ്ങൾ നേരെ പാഡർബോൺ പള്ളിയിലേക്ക് പോയിട്ട് 2 മെഴുതിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് ഞങ്ങൾ 2 കൂടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ചൂസ് ഗൈസ്.